നമസ്കാരം. ബോയിങ് എന്ന വാക്ക് ഒരു കാലത്ത് വിശ്വാസത്തിൻ്റേത് കൂടിയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. യാത്രാ സൗകര്യമൊരുക്കുന്ന വെറുമൊരു വിമാന നിർമ്മാണ കമ്പനി മാത്രമായിരുന്നില്ല ബോയിങ്. മിസൈലുകളും റോക്കറ്റുകളും സാറ്റലൈറ്റുകളും വരെ നിർമ്മിക്കുന്നവരാണ് ബോയിങ് എന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി. അതുകൊണ്ട് തന്നെ ആകാശയാത്രകൾ എന്നാൽ ബോയിങ് എന്നായിരുന്നു ഒരു കാലത്ത്. ലോകം അത്രയേറെ വിശ്വസിച്ച ബോയിങ്ങിനെ കുറിച്ച് പരാതികളും വളരെ കുറവായിരുന്നുവെന്ന്. ആ ബോയിങ്ങിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എങ്ങനെ തകർച്ചയുടെ വക്കിൽ അവരെത്തി? എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ പേരുകേട്ട അമേരിക്കൻ കമ്പനിക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു പിന്നീട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ദുരന്ത വാർത്തയിലാണ് ബോയിങ്ങിൻ്റെ പേര് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നിരവധി പ്രതിസന്ധികളാണ് കമ്പനിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇഫ് ഇറ്റ്സ് ബോയിങ് ഐ എം നോട്ട് ഗോയിങ് എന്ന പ്രതിഷേധ വാചകം യാത്രക്കാരുടെ ഭീതിയിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയുന്നത്. ഒരു കാലത്ത് വ്യോമയാന മേഖലയിലെ മുടിചൂടാമന്നനായ ബോയിങ്ങിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കമ്പനി നേതൃത്വമെടുത്ത ചില മണ്ടൻ തീരുമാനങ്ങളാണ് ബോയിങ്ങിനെ ഈ ഗതിയിലെത്തിച്ചത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. യാത്രക്കാരും ഈ രംഗത്തെ പ്രഗത്ഭരും ആവർത്തിച്ച് പറഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത നയങ്ങളായിരുന്നു കമ്പനി തുടർന്നു കൊണ്ടുപോയത്. അതിന് കമ്പനിക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയാണ്. 2024 ജനുവരിയിൽ ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അലാസ്ക എയർലൈൻസ് ബോയിങ് 737 മാക്സ് 9 ഒരു വാതിൽ തകർന്നു വീണു. വിമാനം അടിയന്തരമായി നിലത്തിറക്കി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല എങ്കിലും ബോയിങ് എന്ന കമ്പനി കൂടുതൽ നാണം കെട്ടു. സർവീസ് നടത്തുന്ന എല്ലാ 171 ബോയിങ് മാക്സ് 9 ജെറ്റുകളും പ്രവർത്തനം നിർത്തിവച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും ചിറകുയർത്തി പറന്നു തുടങ്ങിയ വിമാന കമ്പനികൾ പുതിയ പ്രതിസന്ധി നേരിട്ടു. ബോയിങ് കമ്പനിയുടെ ഷെയറുകൾ 10% ഇടിഞ്ഞു. മെക്കാനിക്കൽ തകരാറുകളാലും എണ്ണമറ്റ എമർജൻസി ലാൻഡിങ്ങുകളാലും വിമാനം തിരിച്ചുവിളിക്കലുകൾ കൊണ്ടും പ്രതിസന്ധിയിലായ ബോയിങ്ങിനേറ്റ വലിയ അടിയായിരുന്നു അത്. ബോയിങ്ങിൻ്റെ പരിഷ്കരിച്ച പോളിസികളിൽ ഒന്ന് ഗുണമേന്മയേക്കാൾ ചെലവ് ചുരുക്കലിന് പ്രാധാന്യം നൽകണം എന്നതായിരുന്നു. പാരമ്പര്യം വിട്ട വർക്ക് കൾച്ചറും മാറി. 1997 ബോയിങ്ങുമായുള്ള മക്ഡൊണാൾഡ് ഡഗ്ലസിൻ്റെ ലയനം പൂർത്തിയാകുന്നത്. വ്യോമയാന മേഖലയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ നീക്കം അവർ ആദ്യം കണ്ടത്. 2 സ്ഥാപനങ്ങൾ തമ്മിൽ ലയിക്കുമ്പോൾ അവിടുത്തെ ജോലി അന്തരീക്ഷം ഏകീകരിക്കുക ഒരു വലിയ കാര്യമാണ്. വമ്പൻ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഇവിടെയും അത് സംഭവിച്ചു. മക്ഡൊണാൾഡ് ഡഗ്ലസ് സാമ്പത്തിക കാര്യങ്ങളിൽ യാഥാസ്ഥിതിക സ്വഭാവം പുലർത്തിയിരുന്ന സ്ഥാപനമായിരുന്നു. ചെലവ് ചുരുക്കണം എന്ന തീരുമാനം അവിടെ നിന്നുണ്ടായതാണ്. ഈ സമീപനമുള്ളവർ തലപ്പത്തെത്തിയതോടെ ബോയിങ്ങിൻ്റെ എഞ്ചിനീയറിംഗ് മികവ് രണ്ടാമതായി. ബോയിങ് എപ്പോഴും മുൻഗണന നൽകിയിരുന്ന നവീകരണവും സുരക്ഷയും പിന്നിലായി. അതിനു മുകളിൽ ചെലവ് കുറയ്ക്കലിന് മുൻഗണന വന്നു. വിമാനത്തിൻ്റെ പ്രധാന ബോഡിയായ ഫ്യൂസലേജും ചിറകുകളും പോലുള്ള നിർണായക ഘടകങ്ങൾ പോലും താരതമ്യേന വൈദഗ്ധ്യം കുറവുള്ള തേർഡ് പാർട്ടി കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തു അവർ. വിമാന നിർമ്മാണ മേഖലയിലെ ഭീമന്മാർ ഔട്ട്സോഴ്സിംഗ് ലഹരിയിൽ മതിമറന്നപ്പോൾ പേരിൽ മാത്രം ഒതുങ്ങി ബോയിങ്ങിൻ്റെ ക്വാളിറ്റി. ബോയിങ്ങിൻ്റെ പ്രധാന എതിരാളി എയർബസ് ആയിരുന്നു. ആ സമയത്ത് ബോയിങ്ങിൻ്റെ പ്രധാന മത്സരം എയർബസിൻ്റെ A320 നിയോയുമായിട്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ബോയിങ് 737 ഉപയോഗിച്ചിരുന്ന CFM56 എഞ്ചിനേക്കാൾ ഇന്ധനക്ഷമതയുള്ളതും ശക്തവുമായ CFM ഇൻ്റർനാഷണൽ ലീപ്പ് എഞ്ചിനാണ് 737 മാക്സിൽ ഉപയോഗിച്ചത്. സാധാരണയേക്കാൾ വലിപ്പം കൂടിയ ഈ എഞ്ചിന് വേണ്ടി പ്രത്യേക എയർ ഫ്രെയിം നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ അനാവശ്യ ചെലവെന്ന് പറഞ്ഞ് വിമാനം പുനർരൂപകൽപ്പന ചെയ്യുകയായിരുന്നു. ഈ ഡിസൈനിലെ പിഴവുകൾ നികത്തുന്നതിനായിരുന്നു മാനുവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം എന്ന MCAS-നെ അവർ ആശ്രയിച്ചത്. ഇതിൻ്റെ ചുവട് പിടിച്ച് കരതൊട്ട വിമാനങ്ങൾ ഒരുപാട് പിഴവുകൾ കാട്ടിത്തുടങ്ങി. സോഫ്റ്റ്വെയർ തിരക്കിട്ട് നിർമ്മിച്ച വേണ്ടത്ര പരീക്ഷിക്കാതെ വിമാന കമ്പനികളുമായി കൃത്യമായ ആശയവിനിമയം പോലും നടത്താതെ ഉൾപ്പെടുത്തിയതിൻ്റെ ഫലമായി 346 പേരുടെ ജീവനാണ് നഷ്ടമായത്. എന്നാൽ ബോയിങ്ങിൻ്റെ പ്രശ്നങ്ങൾ 737 മാക്സിൽ മാത്രം ഒതുങ്ങിയില്ല.
അവരുടെ ദീർഘദൂര വിമാനമായ 787 ഡ്രീം ലൈനർ ഡെലിവർ ചെയ്യുന്നതിലെ കാലതാമസം, അതുപോലെ തന്നെ ബാറ്ററി തീപിടുത്തം, നിർമ്മാണ പ്രതിസന്ധികൾ എന്നിവയൊക്കെ ബോയിങ്ങിൻ്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി. ഇതെല്ലാം സത്യത്തിൽ വളമായത് പ്രധാന എതിരാളിയായ എയർബസിനായിരുന്നു. അവരുടെ വിപണി ശരവേഗത്തിൽ കുതിച്ചു. പഴയ പ്രതാപം കൊണ്ട് മാത്രം കഷ്ടിച്ച് മുന്നോട്ട് പോകവെയാണ് അഹമ്മദാബാദിലെ ദുരന്തവും. വൻ തുകയൊക്കെ നഷ്ടപരിഹാരമായി ബോയിങ് പ്രഖ്യാപിച്ചെങ്കിലും ഇനി കാര്യങ്ങൾ എളുപ്പമല്ല അവർക്ക്. സുരക്ഷയ്ക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകി പോയ വിശ്വാസ്യത തിരിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു കാർ വാങ്ങുമ്പോൾ പോലും സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ തങ്ങളുടെ വിമാനത്തിൽ വീണ്ടും കയറ്റണമെങ്കിൽ അവിടെ സുരക്ഷയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണം. പാഠങ്ങൾ പഠിച്ച് മുന്നേറിയില്ല എങ്കിൽ ഒരു വലിയ വിമാന കമ്പനിയുടെ തകർച്ചയിലാകും കാര്യങ്ങൾ എത്തുക.